പാപ്പനെത്തി. അങ്ങനെ പിടിക്കല്ലേ പിടിക്കല്ലേ, കാല് പോ. ഞാൻ പിടിച്ചു. ആന അങ്ങനൊന്നും ചെയ്തൂടാ, ആന അടിച്ചൂടാ, ആന അടിച്ചൂടാ. ആന വല്ലതും ചെയ്യും, പിടിച്ചു നോക്കിയോ. ആന എങ്ങനൊന്നും ചെയ്തൂടാ, മോശം പരിപാടിയാണ്. ഇല്ല 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 ഇല്ല. അയ്യോ തേച്ചൊരച്ച് കുളിപ്പിക്കേ. വൃത്തിയാവട്ടടാ. ഇതൊരുമാതിരി സാൻഡ് പേപ്പർ ഇട്ട് പിടിക്കുമ്പോഴാണ് പിടിക്കണത്. നോക്ക്, അയ്യോ ചുവന്ന്, ആന ചുവന്ന കളറായി. ഇനി ആന അടുത്ത് ഇരിക്കാൻ പറ. ആന ഇരുന്ന് ആന ഇരുന്നാ പിന്നെ കുളിപ്പിക്കരുത്. ആനയുടെ കൈ തേച്ചു കൊടുക്ക്. நாங்க சின்ன வயசுல இருக்கும்போது ரொம்ப நல்லா யானை விளையாடுவோம். ரொம்ப சூப்பரா இருக்கும். நான் தான் எப்பவுமே யானை. കനവ് ആനയായ സൂപ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മക്കളെ തോണ്ട ഇങ്ങനെ പണ്ടത്തെ പിടിയാന അവിടെ പോയി കുളിപ്പിக்கிறே പോ. ஐயோ முடியாதுடா, இப்பெல்லாம் காலெல்லாம் வலிக்கும். வேண்டாம் கல்லு, நான் இல்ல. വേണമെങ്കിൽ ഒന്നും കൂടെ ആനയാവാം. ஐயோ முடியாது, இப்ப முடியாது, அப்புறம் வேணா பாத்துக்கலாம். ആന പോ, ആനക്ക് വയ്യ. കഴിഞ്ഞു, കുളിപ്പിച്ചു കഴിഞ്ഞു. കല്ലുവേ, മക്കളെ ഒരു കപ്പിക്കമ്പും കൂടെ തരട്ടോ. മിക്കവാറും അടിയുണ്ട്, പടവലം കേശവൻ ചരിയും. അടി ഇനി അതുകൂടെ പറ. കഴിഞ്ഞു, കുളിപ്പിച്ചു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. എങ്ങോട്ട്? കൂപ്പില് തടി പിടിക്കാൻ. കൂപ്പില് തടി പിടിക്കാനൊന്നും ഞാനില്ല. ഇത് ഉത്സവത്തിന് ചുമ്മാ വന്ന് നെറ്റിപ്പൊട്ടം കെട്ടി നിൽക്കണ ആനയാണ്, പണിയെടുക്കൂല. ഇല്ല, കൂപ്പ് എന്തെന്നറിയൂടി നിനക്ക്? കൂപ്പ് എന്താന്ന് അറിഞ്ഞൂടെ മക്കളെ? തടിയൊക്കെ എടുക്കുന്ന സ്ഥലമാണ് കൂപ്പ്. അവിടെ തടി പിടിക്കുന്ന ആനയാണ് നമ്മൾ അവിടെ കൊണ്ടുപോകണം. കൊണ്ടുപോവാം കേശവനെ കൊണ്ടുപോവാം. അങ്ങോട്ട് ഞാനില്ല. മാറി മാളിന്ന് പാപ്പ മാറിയാലേ ആന ഇറങ്ങാൻ പറ്റും. നോക്കും, പാപ്പാന്റെ മണ്ടക്ക് ആന കയറിയിരിക്കും. ഇറങ്ങണ്. കാല് കാണിക്കാൻ പറ, ചവിട്ടി. കറക്റ്റാ. എന്തായാലും കേശുവിന്റെ നടു ഒടിയുമെന്ന്. ദൈവമേ, കൊള്ളാം. ഇത് ആനയാണ്, കുതിരയല്ല. ഹാൻഡിൽ വിത്ത് കെയർ. ആന റെസ്റ്റ് എടുക്കാൻ പോവാണ്. ഇത് ആനക്കൊട്ടില്. തൊട്ടിലല്ല കുരിപ്പേ, കൊട്ടില്. കൊട്ടിലെന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ, ആന റെസ്റ്റ് എടുക്കണ സ്ഥലം. ഇനി ആന റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ആനയുടെ കാര്യത്തിൽ തീരുമാനമാവും. ഇറങ്ങടി. അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇറങ്ങിയോ? ഇല്ല, ആന വരൂല എന്ന് പറഞ്ഞാൽ ആന വരൂല. സത്തോട്ട് ഞാൻ വരൂലേ? ആനക്ക് വെച്ചേക്കണ്. റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ ആന ചത്തു. തനിക്ക് കുറച്ചെങ്കിലും ദയുണ്ടോ? പാപ്പാൻ എത്രയോ പാപ്പാമാരുണ്ട് ആന പൊന്നുപോലെ നോക്കുന്നത്. ഇതിപ്പോ ഒരുമാതിരി വല്ലാത്ത പാപ്പാനെ പോയി. പന്നാനല്ലേടി, ഞാനാണോ പന്നാന? ഇറങ്ങടി, എനിക്ക് ഇത് തന്നെ വേണം. അടിക്കടി, എപ്പോഴും നോക്കാം. എനിക്ക് വിശക്കണം. എനിക്ക് പാപ്പം തരാതെ ഞാൻ ഇവിടെ നിരീക്കൂല. പാപ്പ എടുത്തോണ്ട് പോയാ എന്നാ പോയി. എനിക്ക് പട്ട വേണം, പനമ്പട്ട. ഇതിന് പനമ്പട്ട എന്തൊരു തേങ്ങ നിറയ്ക്കും. ചെല്ലത് അങ്ങ് കാണും, അങ്ങെല്ലാം കാണും. പോകോ പനമ്പട്ട അതിന് മുമ്പ് ഇഴുങ്ങോട്ട് ഓർക്ക. ആളെ കൊല്ലാനായിട്ട് എവിടെ പോയി? വിളിക്കാം. പാറു മക്കളടാ, ഞാൻ കല്ലു എന്നെ അന്വേഷിച്ചു ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം, കേട്ടല്ലേ? ഞാൻ ഇതിന്റെ അടി വല്ലതും കാണും. ദേവി നമ്മളെ സഹായിക്കുന്നു, കേട്ടല്ലേ? ഞാൻ ഒരിക്കലും സഹായിക്കുന്നു. അത് മതി.
കുഞ്ഞമ്മ എന്റെ കേശവനാനെ കണ്ടോ? നിനക്ക് ഏതാനാ ഉള്ളത്? കുഴിയാനല്ലേ? അതല്ല, എന്റെ കേശവനാനെ കണ്ടോന്ന്. കണ്ടോ ഇല്ലയോ? ഇല്ല. ഇവിടെ പോയി കേശു അവിടെ അവൾ ആനേനെ രക്ഷപ്പെട്ടുണ്ടല്ലോ. കേശവട്ടൻ ജീവനം കൊണ്ട് ഓടി. എങ്ങോട്ട് എങ്ങോട്ട് ഓടിയത്? പുറത്തോട്ട്. പുറത്തോട്ടാ? കേശു ഇവിടെ കേശവട്ടൻ ജീവനം കൊണ്ട് ഓടിയെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇല്ല, കേൾക്കാത്തോണ്ടല്ലേ ചോദിച്ചത് മാഡം. കിട്ടിയില്ലേ പാപ്പാനെ ആനേനെ? ഇല്ല. അല്ല ഈ കമ്പന്തിനാ? ആനേനെ പുറം അടിച്ച് പൊളിക്ക. കേശുവിന്റെ കാര്യത്തിലൊരു തീരുമാനമായി. എന്നിട്ടിപ്പൊ കേശു ഇവിടെ? കേശവട്ടൻ ജീവനം കൊണ്ട് ഓടി. ആന ഇവിടെ എവിടെങ്കിലൊക്കെ ഉണ്ടാവും. മക്കളെ സാരല്ല പോട്ടെ. ആന ചീത്ത ആന. അമ്മ മക്കൾക്ക് വേറൊരു ആനനെ സെറ്റ് ചെയ്ത് തരട്ടെ. அது எந்த ஆனா? തമിഴാന, കനകവാന. ஐயோ நானா? நான் இல்ல லட்சு, எனக்கு முட்டு வலி. എനിക്ക് കനകാന മതി. ஐயோ நான் இல்ல, என்ன விட்டுரு சாமி. കല്ല് പുറത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങത്തില്ലേ? எனக்கு தெரியுமே. കനകേച്ചി ഇന്ന് ഇരുന്ന് ഓട് ആനയായിട്ട്. நான் இல்ல. അമ്മ ആ കേശു ചെറുക്കൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി ചിക്കനും ബീഫും മട്ടനൊക്കെ മേടിക്കാന്ന് വിചാരിച്ചതാ. ഇനിയിപ്പൊ അവൻ പോയ സ്ഥിതിക്ക് കുഴപ്പമില്ല. നമുക്ക് രാജ്യത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മതി. ചേച്ചി ഏത് കടയിൽ നിന്ന് മേടിക്കണം? ഞാൻ പോയി മേടിക്കാം. നിൽക്കുന്നു നിന്റെ ആന. പിടിച്ചോ.